ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് ശനി പ്രദോഷത്തെക്കുറിച്ചും, രണ്ടാമത്തേത് നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ മണി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ടുന്ന പോട്ട്ലിയെക്കുറിച്ചും. ഈ 2 കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയും തുലാം 1 നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ നാളെ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വളരെയധികം ഓസ്പീഷ്യസ് ദിവസമാണ്. അതിന് കാരണം നാളെ ധൻ ത്രയോദശിയാണ്. ധനത്രയോദശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തും, ത്രയോദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ ദിവസവും. ഹിന്ദിയിൽ ധൻതേരസ് എന്ന് പറഞ്ഞാൽ ധൻ എന്ന് പറഞ്ഞാൽ വെൽത്താണ്, തേരസ് എന്ന് പറഞ്ഞാൽ 13, അതായത് 13 എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രവുമല്ല, നാളെ ശനി പ്രദോഷമാണ്. സാധാരണ പ്രദോഷത്തോടു കൂടി തന്നെയാണ് ലക്ഷ്മി കുബേര പൂജ, അതായത് ധൻതേരസ് ദിവസം വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ശനിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മറ്റേതൊരു ദിവസത്തെക്കാട്ടിലും പ്രദോഷത്തിന് വളരെയധികം പ്രാധാന്യമുള്ളത് തിങ്കൾ പ്രദോഷവും ശനി പ്രദോഷവും ആണ് എന്നുള്ളത്. ഭഗവാൻ മഹാദേവൻ ഐശ്വര്യേശ്വരനായി മാറി ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും ധനധാന്യ സമൃദ്ധി നൽകിയ ദിവസം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ആരും തന്നെ മിസ്സ് ചെയ്യരുത്. പിന്നെയുള്ളത് തുലാമാസം തുടങ്ങുന്ന ഫസ്റ്റ് ദിവസവും കൂടിയിട്ടാണ് നാളെ. ഇത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നാളത്തെ ദിവസം മിസ്സ് ചെയ്യാതെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ദീപാവലിക്ക് ഓരോ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 ദിവസം ഒരാഴ്ചയൊക്കെയാണ് സാധാരണ ദീപാവലി വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും കൊളുത്തേണ്ടുന്ന ദീപങ്ങൾക്കൊരു കണക്കുണ്ട്. നാളത്തെ ദിവസം നമ്മൾ വീട്ടിൽ കൊളുത്തേണ്ടത് 13 എണ്ണത്തിലാണ് കൗണ്ടിങ് വരുന്നത്. 13 മൺചിരാതുകൾ. അത് ഒറ്റയടിക്ക് നമുക്ക് പൂജാമുറിയിൽ കൊളുത്താം. അങ്ങനെയല്ലെങ്കിൽ ഫ്രണ്ട് ഡോറിൻ്റെ 2 വശത്ത്, അടുക്കളയിൽ, ബാൽക്കണിയിൽ, തുളസിച്ചുവട്ടിൽ, തെക്ക് കിഴക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്ത്, അങ്ങനെയുള്ള ഓരോ കോർണേഴ്സിലായിട്ടും നമ്മൾക്ക് ദീപങ്ങൾ കൊളുത്താം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം 13 ദീപങ്ങൾ നിങ്ങൾ ചിരാത്, നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ വിളക്കുകൾ കൂടി കൗണ്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, മൺചിരാതിൽ 13 ദീപങ്ങൾ ഉണ്ടാക്കി കൊളുത്തുക. അതിന് കാരണം ഞാൻ പറഞ്ഞു, ധൻതേരസ് എന്ന് പറയുന്നത് 13ാമത്തെ ദിവസം 13 ദീപങ്ങൾ എന്നുള്ള ഒരു കണക്കാണ്. നാളത്തെ ദിവസം ശനിയാഴ്ച വ്രതം എടുക്കുന്നവരൊക്കെ തന്നെ നിങ്ങൾക്ക് ഇന്ന് നോൺ വെജ് കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഭഗവാന് കൂവളത്തിൽ സമർപ്പിക്കുക തന്നെ വേണം. കാരണം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ മഹാദേവനെ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഭഗവാന് കൂവളത്തിൽ സമർപ്പിച്ച് ഓം നമഃശിവായ 108 പ്രാവശ്യം ചൊല്ലണം. നാളെ ചൊല്ലേണ്ടുന്ന മന്ത്രം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മന്ത്രവും ചെയ്യേണ്ടുന്ന ഒരു താന്ത്രികവുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശനി പ്രദോഷമായ നാളെ ഭഗവാൻ മഹാദേവനെ ചുറ്റി 11 ദീപങ്ങൾ കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്തൊരാഗ്രഹവും ഭഗവാൻ സഫലമാക്കി തരും എന്നുള്ളതാണ്. അത് നാളത്തെ ദിവസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ 11 ദീപങ്ങൾ കൊളുത്തി വെക്കാം, അത് നന്ദി ഭഗവാന് ചുറ്റുമായിട്ട്. അങ്ങനെയല്ല, വീട്ടിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശിവലിംഗം ഉണ്ടെങ്കിൽ ശിവലിംഗം, അതല്ല ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് 11 ദീപങ്ങൾ കൊളുത്തി വെക്കുക. ഈ 11 ദീപങ്ങളുടെ ശോഭയിൽ ഇരിക്കുന്ന ഭഗവാന് മുൻപിലിരുന്ന് നിങ്ങൾ ഓം ഐശ്വര്യേശ്വരായ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. ജപിച്ചതിന് ശേഷം ചെയ്യേണ്ടത്, ഒരു ചെറിയ ക്ലോത്ത് എടുക്കുക. ധൻവർഷ പോട്ടിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കി വെക്കുന്നവർ ഇത് ചെയ്യേണ്ട. അത് ഉണ്ടാക്കി വെക്കാൻ സാധിക്കാത്തവർ, ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ സാധിക്കാത്തവർ മാത്രം ഈ ഒരു താന്ത്രികം ചെയ്താൽ മതിയാവും. ഒരു ചെറിയ ക്ലോത്ത് എടുക്കുക. റെഡ് കളറോ യെല്ലോ കളറോ ഗ്രീൻ കളറോ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി ഹോൾ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ഇടുക. മല്ലിപ്പൊടിയല്ല, മല്ലി ഇടുക. അതിലേക്ക് 5 എണ്ണത്തിൽ ഗ്രാമ്പുവും 5 എണ്ണിക്കയിൽ
പച്ച കർപ്പൂരവും 5 എണ്ണത്തിൽ ഏലക്കായും ഇടുക. അതിനുശേഷം ഭഗവാന് ഒരു കൂവളത്തില ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ആ കൂവളത്തിലയും കൂടി ഈ ഒരു കിഴിയിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഭഗവാനോട് ഈ കിഴി കയ്യിലെടുത്ത് വെച്ചിട്ട് ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും ധനധാന്യ സമൃദ്ധി തന്നതുപോലെ എനിക്കും അത് തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം കൂടി ഓം ഐശ്വര്യേശ്വരായ നമ, ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ലോക്കറിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ലക്ഷ്മി കുബേര പൂജ പറ്റാത്തവരും ധനവർഷി പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റാത്തവരും മാത്രം ചെയ്യേണ്ടുന്ന താന്ത്രികമാണ്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇതുമൂലം ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രദോഷത്തിന് ചെയ്യേണ്ടുന്ന താന്ത്രികമെന്ന് പറയുന്നത്. ഇനി 11 ദീപങ്ങൾ ചുറ്റും കൊളുത്താൻ പറ്റില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ദീപമെങ്കിലും ഭഗവാന് മുൻപിൽ കൊളുത്തി വെച്ചിട്ട് വേണം നിങ്ങളിത് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ നിങ്ങളിത് ചെയ്യുമ്പം ലക്ഷ്മി കുബേര ഫോട്ടോയും ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോയും ഒക്കെ ഒന്നിച്ച് വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കാരണം കുറച്ച് പേരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ പൂജകളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അത് ദോഷമാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ 11 ദീപങ്ങളൊന്നും കൊളുത്തി വെച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ സാധാരണ ഒരു ദീപം കൊളുത്തി വെക്കുക. ഇനി അതിനും നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ സാധാരണ കത്തിക്കുന്ന നിലവിളക്ക് മാത്രം മതിയാവും. എന്നിട്ട് ഇത് ചെയ്താൽ മതി. ഇനി കൂവളത്തില കിട്ടാൻ ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടെ കൂവളത്തില മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മീദേവി വസിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് കൂവളത്തില. ഭഗവാൻ മഹാദേവന് വളരെ പ്രിയപ്പെട്ടതാണ് കൂവളം. ഈ കൂവളത്തിലയിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും അട്രാക്റ്റിംഗ് പവറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കൂവളത്തില ഇല്ലാതെ ഇത് ചെയ്തിട്ട് ഇത് നമുക്ക് ഫലം ലഭിക്കുകയുമില്ല. അതേപോലെ തന്നെ ഇപ്പം കാർത്തിക മാസം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നാളെ നിങ്ങളുടെ വീടിനടുത്തോ ക്ഷേത്രങ്ങളിലോ കൂവളമരമുണ്ടെങ്കിൽ അതിന് ചുവട്ടിൽ ഒരു ദീപം കൊളുത്തി വെക്കുന്നത് സർവ്വശ്രേഷ്ഠമാണ്. അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നാളെ മറക്കാതെ തുളസി ചുവട്ടിലും ഒരു ദീപം കൊളുത്തി വെക്കണം. അതും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവന്ന് തരുന്നതാണ്. ഒരുപാട് പേർക്കുള്ള മറ്റൊരു പരാതി ഗോൾഡ്, സിൽവർ ഇതൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് ആ ഐശ്വര്യം വേണം, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഗോൾഡിന് പകരം മഞ്ഞളും സിൽവറിന് പകരം പച്ചരിയും വാങ്ങിച്ചാൽ മതിയാകും എന്നുള്ളത്. എന്തെങ്കിലും ഒരു ധാന്യം നിങ്ങൾ തീർച്ചയായിട്ടും നാളെ വാങ്ങിച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുവല്ലോ. ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. തുലാമാസത്തിൻ്റെ പ്രത്യേകതയും തുലാമാസത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ. അതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു ധാന്യമെങ്കിലും വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാരണവശാലും നാളെ എണ്ണ, നെയ്യ് പോലുള്ള വസ്തുക്കൾ ഒന്നും വാങ്ങിക്കരുത്. അതും വീണ്ടും ഞാൻ പറയുകയാണ്, കുറേ പേർ ചിലപ്പോൾ ഈ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അതേപോലെ നാളെ ഹോസ്പിറ്റലിൽ പോകുന്നത്, ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നത്, ഇവയും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നാളത്തെ ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നാളെ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു മാസം എന്നതിനേക്കാൾ കൂടുതൽ ഒരു വർഷത്തേക്കുള്ള ഫലമാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇതൊക്കെ നാളെ നിങ്ങൾ ഒഴിവാക്കണം. ഇനി അത്രമേൽ അത്യാവശ്യമാണ്, നിങ്ങൾക്ക് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 108 പ്രാവശ്യം ഓം നമഃശിവായ ജപിച്ചിട്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, ഇങ്ങനെ പോയി എന്നും പറഞ്ഞ് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തരരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളൂ. കാരണം ചില കാര്യങ്ങൾ, ചില തിഥികൾ, ചില ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. കാരണം നമ്മളൊരു ചെറിയൊരു പനി പിടിച്ച് ആ പനിക്കൊരു ഗുളിക മേടിക്കാനാണ് പോകുന്നതെങ്കിൽ പോലും ചിലപ്പം ആ പനി നമ്മളെ വിട്ടു മാറണമെന്നില്ല. അതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ഓരോ അസുഖങ്ങൾ വന്ന് നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ചിലപ്പം നമുക്ക് ആ ഒരു വർഷം മുഴുവൻ, ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം പനി വരുന്നൊരു വ്യക്തിയായിരിക്കും നമ്മൾ. പക്ഷേ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ മാസവും ചിലപ്പോൾ പനി വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജലദോഷമോ തൊണ്ടയടപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണമായിട്ട് നമുക്ക് മെഡിസിൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കില്ല. അത് മാരകമായ രോഗങ്ങൾ വന്ന് നമ്മൾ പോകുമെന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യവും നിങ്ങൾ
ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നാളെ ധാന്യലക്ഷ്മി രൂപത്തിൽ വേണം നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കാൻ. തീർച്ചയായിട്ടും രാവിലെ തന്നെ എല്ലാവരും വിളക്ക് കൊളുത്തേണ്ടത് അങ്ങനെ ആയിരിക്കണം. അന്നപൂർണീശ്വരി ശിലയുണ്ടെങ്കിൽ അത് പച്ചരിക്ക് മുകളിൽ വെച്ചാലും മതി. ഇനി ആ ശില ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പച്ചരി നിരത്തി അതിന് മുകളിൽ വിളക്ക് വെച്ച് ഞാൻ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അതേപോലെ ഇന്ന് ഉച്ചയ്ക്കാണ് തുലാം സംക്രാന്തി വരുന്നത്. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അതും നമുക്ക് വളരെ വളരെ ഐശ്വര്യമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കാം. കാണാത്തവരൊക്കെ കണ്ടു നോക്കണം. നമ്മുടെ വീട്ടിലോട്ട് ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ ഒരു തുലാമാസം നമുക്ക് തരുന്നത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.